ഇതാണ് ഏറാട്ടുകുണ്ട് ആദിവാസി ഉന്നതി. 26 പേരാണ് ഉരുൾപൊട്ടലിന് മുൻപ് ഇവിടെ താമസിച്ചിരുന്നത്. വളരെ ദുർഘടമായ പ്രദേശമാണ്. അട്ടമലയിൽ നിന്ന് ദുർഘടമായ വഴിയിലൂടെ വേണം ഇങ്ങോട്ടെത്താൻ. ഇതിൻ്റെ ഒരു വശം വലിയ കൊക്കയാണ്, അതായത് ചാലിയാറിൻ്റെ ഉത്ഭവസ്ഥാനമാണ്. ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈയിൽ നിന്നുമൊക്കെ ഉരുൾപൊട്ടി ഒരുപാട് മൃതദേഹങ്ങളടക്കം ഒഴുകിപ്പോയത് കൊക്കയുടെ താഴെയുള്ള പുഴയിലൂടെയാണ്. അതിൻ്റെ ഒരു ഭാഗത്തുള്ള മലഞ്ചെരുവിലാണ് ഈ ഉന്നതി സ്ഥിതി ചെയ്യുന്നത്. ഒരു ഭാഗത്ത് നിലമ്പൂർ കാടുകളാണ്. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബാലകൃഷ്ണൻ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച ഈ ഒരു ഷെഡിലാണ് അടുപ്പും സാധനങ്ങളും ഒക്കെയായി താമസിച്ചിരുന്നത്. ഇവിടുത്തെ താമസക്കാരനായ ഗോപിയാണ് എന്നോടൊപ്പം ഉള്ളത്. ഇന്നലെ ബാലകൃഷ്ണൻ ഇങ്ങോട്ട് വന്നിരുന്നോ? ഇല്ല, വന്നിട്ടില്ല. വരുന്ന വഴിക്കാണോ അവന? അതെ, പിന്നെ അവന് ചൂരമല പോയിട്ട് വന്ന വരുവാണ്. ഇനിയാണെങ്കിലും നിങ്ങൾക്ക് മാറി താമസിക്കാൻ സമ്മതമില്ല? ഇല്ല, സമ്മതമില്ല. ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. ഞങ്ങൾക്ക് ഇവിടെ 3 വീടുകളുണ്ട്. ഈ വീടുകളിൽ പക്ഷേ അവർ താമസിക്കാറില്ല. വീടുകളോട് ചേർന്നുള്ള ഷെഡിലാണ് താമസിക്കുന്നത്. നിരന്തരം ഇവിടെ ഇടപെടുന്ന ആളാണ് ജില്ലാ ITDP ഓഫീസർ പ്രമോദ്. അദ്ദേഹത്തിനോട് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ചോദിക്കാം. ഇവർ ഈ ഷെഡിൽ താമസിക്കുന്നത് എന്തുകൊണ്ട്? അവർ വീട്ടിൽ താമസിക്കുന്നില്ല? പൊതുസമൂഹത്തോട് അത്രയധികം ഇടപഴകാത്ത ആളുകളാണ്. കുറഞ്ഞ കാലം കൊണ്ട് മാത്രമേ അവർ നമ്മളൊക്കെ ആയിട്ടൊരു സംവദിക്കാൻ ആരംഭിച്ചിട്ടുള്ളൂ. പിന്നെ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഇവിടെ ലാൻഡ് സൈഡ് പ്രോൺ ഏരിയ ആണ്. ഇപ്പോൾ നമ്മൾ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ വന്ന സമയത്ത് തന്നെ നമ്മളതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ വറി ചെയ്തൊരു സംഭവം അട്ടമലക്കാർ എങ്ങനെയായിരിക്കും, അവർ സേഫാണോ എന്നുള്ളൊരു കാര്യത്തിലാണ്. ഇവരോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടാലും പക്ഷേ ഒരു നിരന്തരമായി നമ്മളത് ആവശ്യപ്പെടുന്നതാണ് മാറി താമസിക്കാൻ വേണ്ടി. ഇപ്പോഴും 1-2 ഫോറസ്റ്റ് ബിറ്റ് ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. അവർക്ക് വരാൻ താല്പര്യം ഉണ്ടാകുന്ന കുറച്ച് സ്ഥലങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു പശ്ചാത്തലത്തിൽ എത്രയും പെട്ടെന്ന് ഈ ആളുകളെ മാറ്റി താമസിപ്പിക്കുക തന്നെയുള്ളതാണ് നമ്മുടെ വകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയായിട്ട് നമ്മൾ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഹാഷിഫ് കൂടിയുണ്ട്. അദ്ദേഹമാണ് ഈ ഉരുൾപൊട്ടൽ സമയത്തൊക്കെ ഇവിടെ വന്ന് ഇവരെ പുറത്തേക്ക് കൊണ്ടുപോവുകയും അന്ന് ഇവർക്ക് സഹായമൊക്കെ എത്തിക്കുകയും ചെയ്തത്. അന്നത്തെ ഒരു അവസ്ഥ എന്തായിരുന്നു? ഇവിടെ വന്നപ്പോൾ അവസ്ഥ നല്ല മഴ ഉണ്ടായിരുന്നു. ഒരു സൈഡിൽ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് കുറച്ച് പ്രശ്നങ്ങളാണ്. നിങ്ങൾ സേഫായിട്ടുള്ള സ്ഥലത്ത് നിൽക്കുക. രാത്രിയാകുന്നതുകൊണ്ട് സേഫായി. അപ്പോൾ ഭാസ്കറിനുണ്ട് ഞങ്ങൾ വേറെ ഇപ്പുറത്തേക്ക് മാറ്റി. തൊട്ടടുത്ത ദിവസം രാവിലെ ഏർലി മോർണിംഗ് ഞങ്ങൾ വന്ന് ഇവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അങ്ങനെ മൊത്തം 26 പേരെ ഞങ്ങൾ എസ്റ്റേറ്റ് വാർഡിലോട്ട് എത്തിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഈ ഏറാട്ടുകുണ്ട് ഉന്നതിയിലെ ഒരവസ്ഥ എന്ന് പറയുന്നത്. ആളുകൾ മാറി താമസിക്കാൻ തയ്യാറല്ല. ഉരുൾപൊട്ടലുണ്ടായപ്പോൾ മന്ത്രി OR കേളു അടക്കം നേരിട്ടെത്തി ഇവരോട് മാറി താമസിക്കാനൊക്കെ അഭ്യർത്ഥിച്ചതാണ്. പക്ഷേ അന്നും അവർ അത് സമ്മതിച്ചിട്ടില്ല. ഇപ്പോഴും അങ്ങനെ ഒരു സമ്മതം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ആ പുനരധിവാസം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാരും മറ്റ് അനുബന്ധ വകുപ്പുകളും എല്ലാവരും. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.